പുരാണ കഥകളിലൊക്കെ നമ്മളൊരു നാരദമുനിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ. നാരദമുനി ഒരു മുനീശ്വരനാണ്. നമ്മൾ മുനീശ്വരന്മാരെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്ന അവർ താപസന്മാരാണ്. വളരെയധികം ജീവിതത്തിൻ്റെ വ്യഗ്രതകളെ അവർ കൈയടക്കത്തിൽ കൂടെ, മനസ്സടക്കത്തിൽ കൂടെ, ശ്വാസഗതിയുടെ നിയന്ത്രണത്തിൽ കൂടെ, ബ്രഹ്മചര്യത്തിൽ കൂടെ അവർ നിയന്ത്രിച്ചവരാണ്. അത്തരത്തിൽ നിയന്ത്രിക്കപ്പെട്ടതെന്ന് നമ്മൾ വിശ്വസിക്കുന്ന മുനിവാര്യന്മാരിലായ ഒരാളായ നാരദമുനി നമ്മൾ കേട്ടിട്ടുള്ള കഥകളനുസരിച്ച് ഒരിടത്തെ ഇൻഫർമേഷൻസ് മറ്റൊരിടത്ത് കൊണ്ട് കൊടുക്കുന്ന, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞ് കലഹമുണ്ടാക്കുന്ന ആളായിട്ട് പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ അദ്ദേഹം ഒരു മുനീശ്വരനെ കുറിച്ച് പോലും നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നതെങ്കിൽ നമ്മുടെ പേഷ്യൻസ് നമ്മുടെ അടുത്ത് ട്രീറ്റ്മെൻറ്റിന് വന്നിട്ട് പുറത്തേക്ക് പോയി അവരുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും മറ്റ് ചികിത്സാ സംവിധാനങ്ങളോട്ട് ബന്ധപ്പെട്ടവരോടും നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ചുള്ള പോസിറ്റീവ് പറയുന്നത് പോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ അവർ കണ്ടതും കേട്ടതുമായ ശരിയല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും കൂടെ പറയും. അതുകൊണ്ട് അതൊന്നും ഒരിക്കലും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനൊന്നും പറ്റാത്ത കാര്യമാണ്. എന്നാൽ PSQ-1E നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. പ്രോ ആക്റ്റീവായിട്ടുള്ള ഒരു അനലൈസിസ് നടത്തിയിട്ട് നമ്മുടെ പേഷ്യൻറ്റിൻ്റെ സേഫ്റ്റി റിസ്ക് ഫാക്ടേഴ്സിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരു സിസ്റ്റം നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റണം. അതായത് ഏതെങ്കിലും ഒരു കാര്യം നടന്നിട്ട് നമ്മൾ അതിനെ റിപ്പോർട്ട് ചെയ്യുന്നത് നല്ലതാണ് ഫ്യൂച്ചറിൽ നടക്കാതിരിക്കാൻ. അത്തരത്തിൽ നടന്ന കാര്യം നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ യശസ് ഉയർത്തുമോ ഇല്ലയോ, നാട്ടുകാർ എങ്ങനെയായിരിക്കും അതിനെ കാണുക, പുറത്തേക്ക് പറയുക എന്ന് ചിന്തിച്ചാൽ ഒരൊറ്റ ചിന്ത കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രോ ആക്റ്റീവായിട്ടുള്ള പേഷ്യൻ്റ് സേഫ്റ്റി റിസ്ക് അനലിസിസിൻ്റെ കാര്യവും ആ അനലിസിസിൽ കൂടെ കിട്ടുന്ന ഡേറ്റ വെച്ച് നമ്മുടെ പേഷ്യൻ്റ് സേഫ്റ്റി ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യവും നമുക്ക് മനസ്സിലാവും. സ്വാഭാവികമായിട്ടും നമുക്ക് അറിയാവുന്ന ടൂൾസാണ് HIRAയും FMEAയും. പിന്നെ നമുക്ക് ഹസാർഡ് വൾണറബിലിറ്റി അനലൈസിസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം അത്തരത്തിൽ നമ്മളിപ്പോൾ സോഫ്റ്റ്വെയർ ഗ്രേപ്സിൽ തന്നെ നമ്മൾ ABDM ഇൻ്റഗ്രേറ്റഡ് ആകുമ്പോൾ നമ്മൾ കണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ SBI ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ഹോസ്പിറ്റൽ സോഫ്റ്റ്വെയർ ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെടുന്ന SBI ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെടുന്ന ഗ്രേപ്സ് ആണ്. അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ വളരെയധികം സീരിയസ് ആയിട്ട് കണ്ട ഒരു കാര്യമാണ് സോഫ്റ്റ്വെയറിൻ്റെ വൾണറബിലിറ്റി ടെസ്റ്റ്. കാരണം അത് ഫ്യൂച്ചറിലൊരു പ്രോബ്ലം വന്ന് ഒരു ഫ്രോഡ് സംഭവിച്ചു ഒരു പേഷ്യൻ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന അയാൾ ഓൺലൈൻ ബുക്ക് ചെയ്യുമ്പോൾ അടയ്ക്കുന്ന പൈസ നഷ്ടപ്പെട്ടതിന് ശേഷമല്ല, നഷ്ടപ്പെടാനുള്ള സാധ്യതകളെല്ലാം കണ്ടെത്തി അതിൻ്റെ പ്രിവെൻഷൻസ് എടുക്കുക എന്നതാണ്. അത് പാസ്സായത് കൊണ്ടാണ് നമുക്ക് ഇന്ന് എല്ലാ ബാങ്കുകളുമായിട്ടും ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ പേയ്മെൻറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളത്. മെഡിക്കൽ റെക്കോർഡ്സ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഹെൽത്ത് പോർട്ടലുമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നത്. സോ അത്തരത്തിൽ വൾണറബിലിറ്റി ടെസ്റ്റ്, ഹസാർഡ് വൾണറബിലിറ്റി അനാലിസിസ് നമ്മുടെ ഹോസ്പിറ്റലിൽ നടക്കണം. അതൊരു പ്രോ ആക്റ്റീവ് സ്റ്റാൻഡാണ് പേഷ്യൻ്റ് സേഫ്റ്റിയുടെ കാര്യത്തിൽ. നമുക്ക് അത്തരത്തിൽ എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഫ്യൂച്ചറിലേക്ക് ഇത് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അറ്റ്ലീസ്റ്റ് ഒരു പേഷ്യൻ്റ് സേഫ്റ്റി ഏരിയയെങ്കിലും, ഒരു ഈവൻ്റെങ്കിലും എടുത്ത്, ഒരു കേസിനെ, പർട്ടിക്കുലർ കേസിനെങ്കിലും എടുത്തിട്ട് അതിനെ നമുക്കൊരു പ്രോ ആക്റ്റീവ് അനാലിസിസിൽ കൂടെ കൊണ്ടുപോയി അങ്ങനെ അനലൈസ് ചെയ്ത് കിട്ടുന്ന അനലിറ്റിക്കൽ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു 4-5 വർഷം കൊണ്ട് കുറേ അധികം ഏരിയകളിൽ ഒരു എറർ വരില്ല എന്ന് ഉറപ്പിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. സോ PSQ-1E ദ ഓർഗനൈസേഷൻ പെർഫോംസ് പ്രോ ആക്റ്റീവ് അനാലിസിസ് ഓഫ് പേഷ്യൻ്റ് സേഫ്റ്റി റിസ്ക് ആൻഡ് മേക്സ് ഇംപ്രൂവ്മെൻറ്റ്സ് അക്കോർഡിംഗ്ലി. അങ്ങനെ എടുക്കുന്ന ഡേറ്റയുടെ വ്യക്തത ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പേഷ്യൻ്റ് സേഫ്റ്റി ഇംപ്രൂവ്മെൻറ്റ്സ് ചെയ്യാൻ കഴിയണം.